ഹലോ, ടി-ടെക്കിൻ്റെ പാക്കിംഗ് മെഷീനുകളുടെ ലോകം എന്ന പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ടിനി, ഞാൻ ടി-ടെക്കിൻ്റെ പ്രൊഡക്ഷൻ മാനേജറാണ്. ഹായ്, ഞാൻ സ്നേഹദാസ്, ടി-ടെക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മളൊരു സെക്കൻഡറി പാക്കേജിംഗ് മെഷീനായ സ്ട്രാപ്പിംഗ് മെഷീനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷന് പ്രോഡക്ട്സിനെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് സ്ട്രാപ്പിംഗ് മെഷീൻസ്. വളരെ വൈഡായിട്ട് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ട്രാപ്പിംഗ് മെഷീൻ എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്ട്രാപ്പിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോക്സുകൾ, പാലറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൺസ് ഇതെല്ലാം സേഫായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനെ സ്ട്രാപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെഷീൻസാണ് സ്ട്രാപ്പിംഗ് മെഷീൻസ്. ഇനി ഈ സ്ട്രാപ്പിംഗ് മെഷീനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻസ് വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാപ്പിന്. മെയിൻലി നമുക്ക് പോളിയെത്തിലീൻ വരുന്നുണ്ട്, സ്റ്റീൽ വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മാനുവൽ വരുന്നുണ്ട്, സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് മെഷീൻസ് വരുന്നുണ്ട്. അതെ, നമുക്ക് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ ഉള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസ് തന്നെയാണ്. ഇത് സ്ട്രാപ്പിംഗ് മെഷീൻ ബോക്സ് സ്ട്രാപ്പ് ചെയ്യുന്ന ഒരു വെയർഹൗസ് സീനാണ്. പ്രോഡക്ട്സ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂർ ആക്കാൻ എങ്ങനെ മെഷീൻ വർക്ക് ചെയ്യുന്നു എന്ന് ലൈവായിട്ട് നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ വർക്കിംഗ് വീഡിയോ കണ്ടു, എങ്ങനെയാണ് ഒരു സ്ട്രാപ്പിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഡൗട്ട് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസാണ് ഈ സ്ട്രാപ്പിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി പോളിപ്രൊപ്പലിൻ അല്ലെങ്കിൽ പെറ്റ് സ്ട്രാപ്പുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല കുറച്ചുകൂടിയും നമുക്ക് സ്ട്രെങ്ത് വേണ്ട ടൈപ്പ് നമ്മുടെ സ്റ്റീല്, അത് തന്നെ ഹൈ ടെൻസൈൽ സ്റ്റീലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് സ്ട്രാപ്പിന് വേണ്ടതെന്ന് ചൂസ് ചെയ്യുന്നത്. അതെ, നമ്മൾ പോളിപ്രൊപ്പലൈൻ മെറ്റീരിയൽ വളരെ എക്കണോമിക്കലാണ്, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇനി അതല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ സ്ട്രാപ്പുകൾ യൂസ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എന്താണെന്നെല്ലാം പരിചയപ്പെട്ടു. ഇത് ഉപയോഗിക്കാവുന്ന മെഷീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസാണ്. ഇപ്പോൾ നമ്മളുടെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് നോക്കിയാൽ വളരെ കോമൺ ആണ് സെമി ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസ്. നമ്മൾ ബോക്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് സ്ട്രാപ്പിംഗ് മെഷീനിൽ മുകളിൽ പ്ലേസ് ചെയ്യുക. നമ്മളുടെ സ്ട്രാപ്പിനെ നമ്മളിതിനെ ചുറ്റിയെടുത്ത് അതിൻ്റെ സ്ട്രാപ്പിംഗ് സ്ലോട്ടിനായിട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെൻഷൻ അനുസരിച്ച് ഈ സ്ട്രാപ്പിനെ ടൈറ്റ് ചെയ്ത് സീൽ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഒരു സെമി ഓട്ടോമാറ്റിക്കിൻ്റെ വർക്കിംഗ്. ഈ സെയിം സെഗ്മെൻറ്റിൽ തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് കുറച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താ സ്ട്രാപ്പ് ഇടുന്നതും ടൈറ്റ് ചെയ്യുന്നതും എല്ലാം മെഷീൻ തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോമാറ്റിക് മെഷീൻസിൽ യൂസ് ചെയ്യുന്നത്. ബോക്സസ് നമ്മൾ മെഷീനിൽ പ്ലേസ് ചെയ്യുക, മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്ട്രാപ്പ് വലിച്ച് ടൈറ്റ് ചെയ്ത് സീൽ ചെയ്ത് പുറത്തു വരുന്നതാണ്. ലാർജ് വോളിയം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് മെയിൻലി നമ്മൾ ഈ ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻ പാലറ്റുകൾ സ്ട്രാപ്പ് ചെയ്യുന്നൊരു വീഡിയോയാണ്. ഇതൊരു ലാർജ് പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ മെഷീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ കണ്ട മെഷീൻസ് എല്ലാം വൈഡ്ലി യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. ഇപ്പോൾ നമ്മുടെ ലോജിസ്റ്റിക് സെൻറ്റേഴ്സിൽ, വെയർ ഹൗസുകളിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലെല്ലാം വളരെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്ന മെഷീൻസാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ ഏറ്റവും സെക്യൂറായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഈ മെഷീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളിൽ അതല്ലെങ്കിൽ തന്നെ കൺസ്ട്രക്ഷൻ, നമ്മുടെ ഈ കോൺക്രീറ്റ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇതൊക്കെ ഇന്ന് നോക്കിയാൽ പണ്ടൊക്കെ ആൾക്കാർ ലോറിയിൽ അടുക്കി വെച്ച് കൊണ്ടുപോകുന്നതിന് പകരം ഇപ്പോൾ പാലറ്റിലൊക്കെയാണ് റാപ്പ് ചെയ്ത് സ്ട്രാപ്പ് ചെയ്തൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മളുടെ ചുറ്റും ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നോക്കിയാലും അവരുടെ മെയിൻ പ്രോഡക്ട്സിനെ ട്രാൻസ്പോർട്ടേഷനിലും കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുമ്പോഴും ഒക്കെ സേഫായിട്ട് എത്തിക്കാനായിട്ട് സ്ട്രാപ്പിംഗ് മെഷീൻസ് ഇന്ന് ഒത്തിരി വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്ത് വെച്ച് അത് കസ്റ്റമറിലേക്ക് എത്താനുണ്ടാകുന്ന ഒരു ടൈം ഗ്യാപ്പ്, അതുപോലെ തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ സെക്യൂർ ചെയ്യുക, അതൊക്കെ ഒരു സപ്ലൈ ചെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം നമ്മളുടെ ഈ മെഷീൻസ് സ്ട്രാപ്പ് ചെയ്ത് സെക്യൂർ ചെയ്ത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സേഫായിട്ട് പിൽഫ്രേജുകൾ ഇല്ലാതെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സ്ട്രാപ്പിംഗ് മെഷീൻസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സ്ട്രാപ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് മെറ്റീരിയൽ സ്ട്രാപ്പ് ചെയ്യുന്ന സീനാണ്. ഹെവി ഐറ്റം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂർ ആക്കാൻ ഇത്തരത്തിലുള്ള മെഷീൻസാണ് മിക്കവാറും ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നത്. സ്നേഹാസ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്തൊക്കെ അഡ്വാൻസ്മെൻ്റ് ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ളതെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മേജർ അഡ്വാൻസ്മെൻറ്റ്സ് നടക്കുന്നത് ഇതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്.
വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻസുമാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് വളരെ കുറച്ച് മാക്സിമം ഓട്ടോമൈസ് ചെയ്ത് നമുക്കത് ഫാസ്റ്റായിട്ട് പ്രോഡക്ട്സ് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ട്രാപ്പിംഗ് മെഷീൻസിൽ വന്നുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ്മെൻറ്റ്സ്. ഓക്കെ, ആ ഓട്ടോമാറ്റിക് സ്ട്രാപ്പിംഗ് മെഷീൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ എഫിഷ്യൻസി കൂട്ടാനും ഔട്ട്പുട്ട് ഫാസ്റ്റ് ആക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇതൊരു പുതിയ ഓട്ടോമേറ്റഡ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പിംഗ് മെഷീനാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ മിനിമലായിട്ടുള്ള ഹ്യൂമൻ ഇൻപുട്ട് കൊടുത്ത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഈ സ്ട്രാപ്പിംഗ് പ്രോസസ്സ് ഫിനിഷ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാപ്പിംഗ് മെഷീൻസും അതിൻ്റെ മെറ്റീരിയൽസും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാക്കിംഗ് മെഷീനുകളുടെ ലോകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കൂടെ തുടരൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.